കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊക്കെ പറഞ്ഞാലും മോള് കാണിച്ച ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും മോക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കൂടെ ഇറങ്ങി പുറപ്പെട്ടതല്ലേ ആ പയ്യൻ. അതെങ്കിലും മോൾ ഓർക്കേണ്ടതായിരുന്നു. മറ്റൊരാളുടെ കുഞ്ഞിനെ നശിപ്പിക്കാനല്ലല്ലോ ആ പയ്യൻ പറഞ്ഞത്, സംരക്ഷിക്കാന്നല്ലേ. അതിനിപ്പോ മോളെ സ്വന്തമാക്കാനാണെങ്കിൽ കൂടി അത്രയൊക്കെ ഒരു നന്മ അതിന്റെ ഭാഗത്തു നിന്നുമില്ലേ? എന്ത് നന്മ? ഒരാളെ കൊല്ലുന്നാണോ നന്മ? ആ കൊച്ചനെ ആരെങ്കിലും കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മോളോടുള്ള ഭ്രാന്തമായ പ്രേമം കൊണ്ടല്ലേ. മോൾ അവനെ തള്ളിപ്പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന എന്റെ മനസ്സ് പറയുന്നത്. ആരെന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനോട് ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഷാനു എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു ചേട്ടത്തി. ഞാൻ ചിരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും ഉള്ളുകൊണ്ട് കരയായിരുന്നു. ഷാനുവിനെ നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്നും ഞാൻ ഇനിയും കരകയറിയിട്ടില്ല. ആകെ ഒരു ആശ്വാസം ആദ്യമായിരുന്നു. ഒരു കൂടപ്പുറപ്പിനേക്കാളും കൂടുതൽ ഞാൻ അവനെ വിശ്വസിച്ചു. ഇത്രയും വലിയൊരു ചതി ചെയ്ത ശേഷം അവനൊന്നും അറിയാത്ത പോലെ എന്നോട് പെരുമാറുന്നതെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. ഭൂമിയിൽ പറന്നു വീഴുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിനെ അവൻ അനാഥമാക്കിയില്ലേ. അവനത് ചെയ്തെന്നുള്ളതിന് എന്നാ തെളിവ്? മുതലാളിമാർ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് കടലാസം കൊണ്ട് കാണിച്ചു എന്ന് വെച്ച് കൊന്നത് ആദ്യം തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതൊന്നും നമ്മൾ വിശ്വസിക്കരുത് മോളെ. തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും, തെളിയിക്കാനാ പാട്. എന്തോ ഞാൻ ഈ കേട്ട കഥകളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളിവിടെ ഏടത്തിന്റെ കഥയും കേട്ടോണ്ടിരിക്കുക. മോള് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വാ. ഓ കർത്താവേ, കേട്ടില്ലെന്ന് തോന്നുന്നു. മോള് വാ. എന്താ അങ്കിൾ, എന്തിനാ വരാൻ പറഞ്ഞത്? എന്നാ മോൾക്ക് എന്നെ പേടിയാ? പിന്നെ എന്നെ അതിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? മോൾക്കൊരു സമ്മാനം തരാൻ വേണ്ടി വിളിച്ചതാ. സമ്മാനോ? അതെ, കുറച്ച് വിലപിടിപ്പുള്ള സമ്മാനോ. സംഗതി ഒരു സ്പ്രേയാ, പക്ഷേ ഇതിന്റെ വില മതിക്കാനാവില്ല. എന്റെ ഒരു ഫ്രണ്ട് UK കൊണ്ടുവന്ന് തന്നതാ. അവൻ പറയുന്നത് അവിടെ പണ്ട് ഡയന രാജകുമാരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെയിം ബ്രാൻഡാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു രാജകുമാരിക്ക് തന്നെ ഇത് സമ്മാനിക്കാമെന്ന്. ആ കൈയൊന്നിട്ടിക്ക്. മണത്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെ, കൊള്ളാവോ? ഒരു മിനിറ്റ്. ഇതും കോസ്റ്റ്ലിയാ. ജർമ്മനിയിൽ നിന്ന് എന്റെ കസിൻ സിസ്റ്റർ മറിയ കൊണ്ടുവന്ന് തന്നതാ. അവൾ അവിടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഇതും കൂടി വെച്ചേക്ക്. ഇതൊന്നും വേണ്ടായിരുന്നു അങ്കിൾ. അതെന്നാ, ഞാൻ തന്ന മോള് വാങ്ങില്ലേ? എന്നെ അന്യനായിട്ടാണോ മോള് കണ്ടിരിക്കുന്നത്? അയ്യോ അതല്ല അങ്കിൾ. പിന്നെന്നാ, എല്ലാവരും ഉണ്ടെങ്കിലും എല്ലാതും ഉണ്ടെങ്കിലും ആരോരുമില്ലാത്ത ഒരു അനാഥന മോളെ ഞാൻ. പണം ഒന്നുമല്ല. ചില നേരത്ത്
നോട്ടുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഇന്നലെ വരെ യാത്ര ചെയ്തു വന്നതൊക്കെയും വെറുതെ ആയിരുന്നു എന്ന്. മോക്കറിയാവൂ, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാ എന്റെ അപ്പനും അമ്മയും ഇളയ സിസ്റ്ററും ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു. ആകെ എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് ഈ ബംഗ്ലാവും കുറെ എസ്റ്റേറ്റുകളും പിന്നെ 4 തലമുറ ലാവിഷായിട്ട് ചെലവാക്കിയാലും തീരാത്ത ബാങ്ക് ബാലൻസും ആയിരുന്നു. ഒറ്റയ്ക്ക് എനിക്ക് എന്നതാ ചെയ്യാൻ പറ്റുന്നത്? എന്നെ വളർത്താനും പഠിപ്പിക്കാനാണെന്ന വ്യാജേന ബന്ധുക്കളാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് പിന്നെ അടുത്തുകൂടി. പക്ഷെ അവരുടെയൊക്കെ കണ്ണ് എന്റെ സ്വത്തിലും പണത്തിലുമായിരുന്നു. കുഞ്ഞല്ലേ ഞാൻ, കൊന്നുകളയാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ കർത്താവ് എന്റെ കൂടെയായിരുന്നു. ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെയൊക്കെ തനി നിറം തിരിച്ചറിഞ്ഞപ്പോ ഓരോരുത്തരെയായി ഞാൻ ചവിട്ടി പുറത്താക്കി. പുറത്താക്കിയാലും അകത്താക്കിയാലും വിട്ടുപോവാത്ത ഒരുത്തനെ ഇപ്പൊ കൂട്ടിനുള്ളൂ, ആ നമ്പിടി. ആളൊരു എടുത്തുചാട്ടക്കാരനാണെങ്കിലും പൊട്ടനാ. പിള്ളേരുടെ മനസ്സാ, വളവളാന്ന് വർത്താനം പറയുന്നേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. അതല്ലേ ഞാൻ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത്. അല്ല, ഞാൻ എന്റെ കഥ പറഞ്ഞ് മോളെ ബോറടിപ്പിച്ചോ? ഇല്ല.